ഉത്രട്ടാതി ജലമേളയെക്കുറിച്ചാണ്. 51 പള്ളിയോടങ്ങളാണ് മത്സര വള്ളംകളിയിൽ അണിനിരക്കുന്നത്. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും മത്സരിക്കും. 16 ഹീറ്റ്സുകളിലായിട്ടാണ് മത്സരങ്ങൾ. ആ മത്സരത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആറന്മുള പമ്പാതീരം. എല്ലാവരും തന്നെ അതിന് തയ്യാറാണ്. സുജു ടി ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. സുജു, ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ അവിടെ ഇപ്പോൾ ഘോഷയാത്ര ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ അത് കഴിഞ്ഞാൽ 4 മണിയോടുകൂടി ഈ മത്സര വള്ളംകളി ആരംഭിക്കുവാൻ പോവുകയാണ്. അവിടുത്തെ നിലവിലെ വിവരങ്ങൾ. സിന്ധൂരി, ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങാണ് പുരോഗമിക്കുന്നത്. ആരോഗ്യവകുപ്പ് വീണ ജോർജാണ് ഈ വള്ളംകളിയുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത്. നമ്മളിപ്പോൾ പമ്പ ഈ തീരത്ത് തന്നെയാണ്, ചിത്രക്കടവിലാണ്. ഇവിടുന്നാണ് ഇപ്പോൾ അല്പസമയത്തുള്ളിൽ ജലഘോഷയാത്ര ആരംഭിക്കുക. നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പള്ളിയോടങ്ങളെല്ലാം തന്നെ ജലഘോഷയാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പമ്പയാറിൻ്റെ തീരത്തൂടെ അല്ലെങ്കിൽ ഓളപ്പരപ്പിലൂടെ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയ്ക്കായി തയ്യാറെടുത്തുകൊണ്ട് തന്നെ അത് ഈ വഞ്ചിപ്പാട്ടിൻ്റെയൊക്കെ അകമ്പടി തുഴയെറിഞ്ഞുകൊണ്ട് പോകുന്ന കാഴ്ച ദൃശ്യം നമുക്കിപ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോഴെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഈ ജലഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജലഘോഷയാത്ര ആരംഭിക്കുകയും പിന്നീട് ഉടൻ തന്നെ ഏറ്റവും മനോഹരമായ ഉത്രട്ടാതി ജലമേള വള്ളംകളി തന്നെ ആരംഭിക്കും. ഇത്തവണ 50 വള്ളങ്ങളാണ്, പള്ളിയോടങ്ങളാണ് ഈ ജലമേളയിൽ പങ്കെടുക്കുക. അതിനായി എല്ലാ പള്ളിയോടങ്ങളിലും എത്തുകയും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആറന്മുളയെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഉത്രട്ടാതി ജലമേള ആരംഭിക്കുന്നതായിരിക്കും. ടോപ്പ് തെറ്റാണ് തന്നെ എല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട്. ഈ ഉത്രട്ടാതി ജലമേള എന്ന് പറയുമ്പോൾ അതൊരു മത്സര വള്ളംകളി എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ഒരു താളത്തിലും ലയത്തിലും ഒരു ആസ്വാദന കലയായി മാറുന്ന, ഒരു അക്ഷരാർത്ഥത്തിൽ ജലമേളയായി മാറുന്ന ഒരു കാഴ്ചയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത്. ഏതാണ്ട് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്ന ഒരു സമയം എപ്പോഴാണ് നമുക്ക് ഈ ജലരാജാവിനെ തിരിച്ചറിയുവാൻ സാധിക്കുക? എപ്പോഴത്തേക്ക് ഇത് അവസാനിക്കും ഈ ഉത്രട്ടാതി ജലമേള? സിന്ധൂരി, ഏതാണ്ട് 5 കൂടി വള്ളംകളി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് സംഘാടകർ കരുതുന്നത്. എന്നാൽ ആ സമയത്തിനുള്ളിൽ, നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് പൂർത്തിയാകുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒന്നും തന്നെ പറയാൻ സാധ്യമല്ല. കാരണം മത്സരത്തിൻ്റെ വീറും വാശിയൊക്കെ വരുമ്പോൾ തന്നെ സ്വാഭാവികമായി ചിലപ്പോൾ വിവിധ ഹീറ്റ്സ് മത്സരങ്ങളാണല്ലോ, അത് ആരംഭിക്കാൻ ചിലപ്പോൾ വൈകിന്നിരിക്കും. ഈ തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നെഹ്റു ട്രോഫി മാതൃക തന്നെയാണ് ഈ ജലമേള നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ തുഴഞ്ഞെത്തുന്ന 4 പള്ളിയോടങ്ങളായിരിക്കാം ആദ്യം മത്സരത്തിനായി ഫൈനലിൽ പ്രവേശിക്കുക എന്നതാണ് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പ്രത്യേകത. മുൻകാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ഇപ്പോൾ അത്തരത്തിലാണ് മത്സരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ചിട്ടപ്പെടുത്തുമ്പോൾ പോലും പമ്പയുടെ ഓളപ്പരപ്പിൽ അലതുള്ളുന്ന താളത്തിൽ ഭക്തിയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളെല്ലാം ചേർന്ന് സംഗമിക്കുന്ന ഒരു പാർത്ഥസാരഥിയുടെ 52 കരകൾ പങ്കെടുക്കുന്ന ഒരു പൂരം തന്നെയാണ്, പള്ളിയോട പൂരങ്ങളാണ് അരങ്ങേറാൻ പോകുന്നത്. ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് ഇന്ന് നടക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും വേഗത്തിലെത്തുന്ന ആളുകളിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, അതിനൊരു താളമുണ്ട്, ആ വിശ്വാസമുണ്ട്, ആചാരങ്ങളുണ്ട്. ഇതെല്ലാം ഇഴുകിച്ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു പള്ളിയോട മത്സരത്തിൽ ഏതാണ്ട് 2 ബാച്ചിലായിട്ടാണ് മത്സരം നടക്കുന്നത്. എ ബാച്ചിൽപ്പെട്ട 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും ജലമേളയിൽ പങ്കെടുക്കും. ബി ഗ്രൂപ്പിലെ 1ഉം 2ഉം ബാച്ചുകൾ ക്ഷേത്രക്കടവിന് താഴെ ഘോഷയാത്രയായി വന്ന മറ്റുള്ള പള്ളിയോടങ്ങൾക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയ ശേഷം ജലഘോഷയാത്രയ്ക്ക് ശേഷമാണ് പോകുന്നത്. മറ്റൊരു ആകർഷണം എന്നുള്ളത് ജലഘോഷയാത്രയാശയം കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ പ്രകടനവും ഉണ്ടാകുമെന്നതും വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും അതിമനോഹരമാണ് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ. കണ്ടു നിൽക്കുന്നവർ ധാരാളം ഇരുകരകളിലായി, നമുക്ക് പമ്പയാറിൻ്റെ ഇരുകരകളിലേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കാണാം 100 കണക്കിന് ആളുകളാണ് ഈ ജലഘോഷയാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ എത്തുന്നത്. അല്പൂടെ കഴിയുമ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ആളുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരു സാഹചര്യത്തിലേക്കൂടെ കാര്യങ്ങളെത്തും. കാരണം ഇത് 52 കരകൾ അല്ലെങ്കിൽ 51 കരകൾ എന്നൊക്കെ പറയുമ്പോൾ ഇത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ നിന്ന് തുടങ്ങി അങ്ങ് ഹരിപ്പാട് ഒക്കെ വരെ എത്തി നിൽക്കുന്ന വിവിധ കരയോഗങ്ങളുടെയും കരകളുടെയും ഒക്കെ ഉള്ളുന്ന സ്ഥലങ്ങളിൽ എത്തുന്ന ആണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കരകളും പാർത്ഥസാരഥിയുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെല്ലാം തന്നെ
ഒരു പൈതൃക ഗ്രാമം കൂടിയാണ് ഈ ആറന്മുള. ഇവിടെ അഷ്ടമിലോഹിനി വള്ളസദ്യ, വഴിപാട് വള്ളസദ്യ, അതുപോലെ തന്നെ തിരുവോണ തോണി, ഇപ്പോൾ ഇതാ പ്രതിഷ്ഠാ ദിനത്തിൽ ജന്മദിനത്തിൽ നടത്തുന്ന ഈ ഒരു വള്ളംകളി മത്സരം തുടങ്ങിയവയെല്ലാം തന്നെ ഏറ്റവും ആകർഷണീയവും അതിനൊക്കെ തന്നെ വിശ്വാസപ്പെരുമയും വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും ഒക്കെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ വളരെ ദൃശ്യഭംഗിയുമാണ്, ആവേശം വിതയ്ക്കുന്നതുമാണ്. പള്ളിയോടം നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പള്ളിയോടങ്ങളുടെ നിർമ്മാണവും അതിൻ്റെ രൂപകൽപ്പനയെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ വേഗത മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രത്യേകമായി നിൽക്കുന്നത്, അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ഇത്തരത്തിൽ പള്ളിയോടങ്ങളുടെ ആ നിർമ്മാണം മാത്രമല്ല അതിൻ്റെ താളവും വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടി എല്ലാം തന്നെ ഭക്തിസാന്ദ്രമായ ഇതിൽ കൂടെ തന്നെയാണ്. എന്നാൽ മത്സരത്തിനോ ഇത്തവണ അതിൻ്റെ വാശിക്കോ ഒന്നും തന്നെ ഒട്ടും കുറവില്ല. ഓരോ തവണ ആരായിരിക്കും ഈ മന്നൻ ട്രോഫി കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ആരായിരിക്കും ഇത്തവണ ഉത്തരേന്ത്യ ജലമേളയുടെ ജലരാജക്കന്മാരാകുക എന്നത് തീർത്തും ആവേശമുള്ള ചോദ്യം തന്നെയാണ്. തുഴകളുടെ താളത്തിനൊത്താണ് പള്ളിയോടങ്ങൾ ഇന്ന് കുതിക്കുക എന്നതാണ് പറയേണ്ടത്. ആ കുതിപ്പിന് അഴകൊണ്ട് അതിൽ സിരകളിൽ പമ്പിയുടെ കൈവഴി ഒഴുകുന്നവർക്ക് ആനന്ദത്തിന് അത്ര മാത്രം മതി. അതായത് ഈ പമ്പാ തീരമായി അല്ലെങ്കിൽ ഈ ആറന്മുളയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഈ ഒരു ജലമേളയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾ ഈ താളത്തിനൊത്ത് അതിൻ്റെ കുതിപ്പ്, അതിൻ്റെ അഴക് കാണുമ്പോൾ അവരെ സംബന്ധിച്ചോളം ആനന്ദിക്കാൻ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവേശകരമായ ഒരു കാര്യം അതുതന്നെയാണ്. എന്തായാലും ആറന്മുള ഉത്തരേന്ത്യ ജലമേളയ്ക്ക് അല്പസമയത്തുള്ളിൽ ഉദ്യോഗിക്കുകയും ഉദ്ഘാടനം ചെയ്യും. ശരി, വ്യക്തമാണ് സുജു പറഞ്ഞ പോലെ തന്നെ എല്ലാ പള്ളിയോടങ്ങളും തയ്യാറായി നിൽക്കുന്ന കാഴ്ച തന്നെ നയനമനോഹരമാണ്. അധികം സമയമില്ല, ഇനി വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു ഘോഷയാത്ര ആരംഭിക്കും. അതിനുശേഷമാകും മത്സര വള്ളംകളി. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.